Good morning. Today, ഞാൻ every day I used to take a book from ഷെൽഫിൽ നിന്ന് എടുക്കും ആഫ്റ്റർ ഫിനിഷിങ് മൈ പൂജാസ്. അപ്പോൾ അതിൻ്റെ ഒരു പേജാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയത് ചാണക്യൻ്റെ ഒരു ബുക്കാണ്. അതിനകത്തൊരു ശ്ലോകമുണ്ട്. അന്യതം സാഹസമായ മൂർഖത്വം അതിലുബ്ധത അശൗചത്വം നിർദ്ദയത്വം സ്ത്രീണാം ദോഷാ സ്വഭാവജ എന്ന് പറഞ്ഞാൽ ചാണക്യൻ പറഞ്ഞിരിക്കുന്നത്, ഇത് കുറച്ച് എനിക്കും കൂടെ ഉള്ളൊരു പാരയായതുകൊണ്ട് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് നേരിട്ടിട്ടുള്ള ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസസ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് ഒരേ ജനസിൽ പെട്ട ഒരാൾ മറ്റൊരാൾക്ക് പാരയാകുന്നു? ഈ ഒരു കുറേ നാളുകൾ കൂടുതലും മനുഷ്യർ വേദനിപ്പിക്കും എന്നെനിക്കറിയാം. പക്ഷെ എനിക്ക് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എൻ്റെ തന്നെ ജനസിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഒരു നിരായുധ പാണിയായിട്ട് ഈ മിഡിൽ ഏജിൽ പിന്നെ ഒരു കുറേ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ എത്തപ്പെടാൻ കുറേയൊക്കെ കാരണമായ കാര്യങ്ങളെക്കുറിച്ച് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നുണ പറയുക, ആലോചന കൂടാതെ പ്രവർത്തിക്കുക, ചതി പ്രയോഗിക്കുക, ശുചിത്വമില്ലായ്മ, ദയയില്ലായ്മ, ഇവയെല്ലാം സ്ത്രീയുടെ സഹജ സ്വഭാവങ്ങളാണ്. ഇത് പറയുന്നത് ചാണക്യനാണ്, ഞാനല്ല. ഇതിൽ സ്ത്രീകളുടെ ദോഷത്തെ പറ്റിയാണ് ചാണക്യൻ പറയുന്നത്. അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം സ്വപ്നമായിരുന്നു. അന്ന് നമുക്ക് പുരുഷൻ്റെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് സ്ത്രീ സ്വാതന്ത്ര്യമില്ല. വിദ്യാഭ്യാസമോ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനോ ഉള്ള അവസരമോ നിഷേധിക്കപ്പെട്ടിരുന്നു. അന്ന് സ്ത്രീകൾ സ്വാഭാവികമായും അടിമത്തത്തിലായിരുന്നു എന്ന് കാണാം. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ മേൽപ്പറഞ്ഞ ദൂഷ്യങ്ങളെ ഒരു വ്യക്തിയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മൾ തിരിച്ചു പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു അടിമത്തത്തിൽ അകപ്പെടുമ്പോൾ നമ്മളിൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരിക സ്വാഭാവികമാണ്. പുരുഷൻ്റെ അടിമയായി മാത്രം കഴിയാൻ വിധിക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീക്ക് പുരുഷനെ ഭയപ്പെടാതെ കഴിയുവാൻ സാധിക്കുമായിരുന്നില്ല. സ്ത്രീയെ വിധിക്കാൻ പുരുഷനുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും സാഹചര്യങ്ങളും സ്ത്രീക്കുമില്ലായിരുന്ന മൂലം പുരുഷൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ലായിരുന്നു, സ്ത്രീകളുടെ മാത്രം. അപ്പോഴാണ് ഈ കുറ്റങ്ങൾ നുണ പറയുക, ആലോചന കൂടാതെ പ്രവർത്തിക്കുക, ചതി പ്രയോഗിക്കുക, ശുചിത്വമില്ലായ്മ, ദയയില്ലായ്മ, ഇവയെല്ലാം സ്ത്രീയുടെ സഹജ സ്വഭാവങ്ങളാണ്. ചതിക്കുന്നതിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. പക്ഷേ ഈ നുണ പറയുക, ദയയില്ലായ്മ, ജലസ് ഫീലിങ്സ്, ഇതൊക്കെ സഹജ സ്വഭാവങ്ങളാണ്. ഈ ജലസ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലർ സഭയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ വെൽ ഡ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരാൾ നമ്മളെ ആ ജലസ് ഫീലിംഗ് ഉള്ള ആളുടെ മുഖത്ത് നോക്കി അവരുടെ കണ്ണിൽ നമുക്കറിയാൻ പറ്റും. അവരത് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സഭയിലേക്ക് പോകാമെന്ന് വെച്ചാൽ ആ സഭയുടെ മൊത്തത്തിൽ നമ്മളെ അപമാനിക്കും. അവരുടെ ആ ജലസ് ഫീലിങ്സ് പുറത്തോട്ട് വരുന്നത് അങ്ങനെയാണ്. നമ്മൾ എത്ര ജോലി ചെയ്താലും അതിനുള്ള അംഗീകാരം തരത്തില്ല. നല്ല സ്വഭാവ ഗുണമുള്ള സ്ത്രീകളുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ കൂടെ ജോലി എടുത്തിട്ടുള്ള എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്നവരുണ്ട്. നമ്മളെക്കുറിച്ച് നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവർ. അപ്പോൾ ഇവരെയാണ് ഇതിനകത്ത് അപകടം വരുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പുരുഷനും സ്ത്രീയും ഒരു ഓഫീസ് സാഹചര്യത്തിൽ വരുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? നുണ പറയുക, ആലോചന കൂടാതെ പ്രവർത്തിക്കുക, ചതി പ്രയോഗിക്കുക, ശുചിത്വമില്ലായ്മ, ദയയില്ലായ്മ. അതായത് നമ്മൾ രാവ് മുതൽ പകൽ വരെ പണിയെടുത്തിട്ടും അല്ലെങ്കിൽ നമ്മൾക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് നമ്മളെ പുറത്താക്കാനും ഇവർ കൂട്ടുനിൽക്കും, ചതിക്കും. അതിവരുടെ സഹജ സ്വഭാവമാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. കർമ്മ ഈസ് ദയർ. അപ്പോൾ നമുക്കത് മാറ്റാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരിലും കാണുന്നതാണ് ഈ ഒരു മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കുക. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ഈ ഓഫീസ് ചുറ്റുപാടുകളിലൊക്കെ ചില നാർസിസ്റ്റുകളെ നമ്മളെ നന്നായിട്ട് വേദനിപ്പിക്കുക. എനിക്കിതെല്ലാം തുറന്ന് പറയണം, എന്നെ വേദനിപ്പിച്ചവരും
ഇപ്പോൾ ഒറ്റപ്പെട്ട് വളരെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് രോഗങ്ങളുമായി ഞാൻ ഒറ്റയ്ക്കായി പോയെങ്കിൽ അതിന് പിറകിൽ ഒരു കൂട്ടം സ്ത്രീകളാണ്. സ്ത്രീകൾ പുരുഷന്മാർ ചതിക്കും, അത് വേറൊരു രീതിയിൽ. അപ്പോൾ ഈ കൊടുക്കുന്ന ഉപദേശങ്ങൾ കേൾക്കുന്ന പുരുഷന്മാരുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്കത് തുറന്നു പറയാൻ, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു. നമ്മൾ ഈ ഒരിക്കൽ ചെയ്തു പോയ തെറ്റുകൾ നമ്മളെ തന്നെ തിരിച്ചു കൊത്തുന്നൊരു സമയമുണ്ട്. അയ്യോ ഇത് ഞാൻ ചെയ്തു പോയി, അത് തെറ്റാണ്. അയ്യോ ഇത് ഞാൻ ചെയ്തു പോയി, അത് തെറ്റാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വേറെ കഴിവുകളൊന്നുമില്ല. പക്ഷേ കഴിവുകളൊന്നുമില്ല എന്നല്ല, എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പക്ഷേ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തി അത് ജനങ്ങളെ അല്ലെങ്കിൽ വേറെ കുറച്ച് പേരെ ബോധിപ്പിക്കുമ്പോൾ അതുവഴി മുകളിലേക്ക് കയറി പോകുന്ന മനുഷ്യരുണ്ട്. എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് കർമ്മ ഈസ് ദയർ. അത് എന്തെങ്കിലും നമ്മളൊരു സമയത്ത് നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ദൂഷ്യങ്ങളും ചാണക്യന് പറയുന്നതനുസരിച്ച് എല്ലാവരിലും കാണാൻ കഴിയുന്നതാണ്. അതിന് സ്ത്രീ പുരുഷ ഭേദമില്ല. ഇന്ന് സ്ത്രീയും പുരുഷനോടൊപ്പം വിദ്യാഭ്യാസവും ജോലിയും എല്ലാം നേടിക്കഴിഞ്ഞു. വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. ഈ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ വിഷയത്തിൽ മുൻതൂക്കം ഉണ്ടായിരിക്കാമെങ്കിൽ കൂടി അതിനുള്ള സാഹചര്യമോ സമയമോ ലഭ്യമല്ല. എങ്കിലും അവികസിത മേഖലകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വിദ്യാഭ്യാസമോ സാമൂഹിക ബന്ധമോ ലഭിക്കാത്ത ഇടങ്ങളിൽ നിന്നും ഗുരു ചാണക്യൻ ചൂണ്ടിക്കാണിച്ച സ്ത്രീ സഹജമായ സ്വഭാവങ്ങൾ കണ്ടെത്താം. ബ്രഹ്മചാരിയായി കഴിഞ്ഞിരുന്ന ഗുരു ചാണക്യൻ സ്ത്രീ വിദ്വേഷി എന്ന് തോന്നിപ്പിക്ക വിധത്തിലുള്ള ഇത്തരം അഭിപ്രായം ഒരിക്കലും വെറുതെ പറഞ്ഞതായിരിക്കില്ല. അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലമായിരിക്കാം അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം. അതുകൊണ്ട് സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ നല്ല സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വേറൊരാളിൽ കാണുമ്പോൾ അത് അവരെ പറഞ്ഞു തിരുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ നമ്മൾ ഈ സീക്രട്ട് സീരീസിൻ്റെ ബുക്ക് മാനിഫെസ്റ്റേഷൻസ് അങ്ങനെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സിലെല്ലാം ആദ്യം പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് അവസാനിപ്പിക്കുക. അത് നമുക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാം അവരോട് തന്നെ, പക്ഷെ കുറ്റം പറയുന്നത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പ്രോസ്പെറിറ്റി ഉണ്ടാവും എന്നാണ്. ഈ സീക്രട്ട് സീരീസിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ബുക്സുകളുണ്ട്. ഇപ്പം മോട്ടിവേഷണൽ അത് ക്ലാസ്സുകൾസൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നതാണ്, മറ്റൊരാളെ ചതിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടോ? ഓർക്കുക, മറ്റൊരാളെ ചതിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടോ? നിങ്ങളൊരാളുടെ ജീവിതം, അതായത് ഇപ്പം ഇറ്റ്സ് ഈസി ലൈക്ക് ഐ വോണ്ട് ടു ഡിവോഴ്സ്, എനിക്ക് ഡിവോഴ്സ് ചെയ്യണം. ഈ ഡിവോഴ്സ് ചെയ്യണം. നിങ്ങൾക്ക് അപ്പനും അമ്മയോ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? കുട്ടികളെയും ഭാര്യയും മാത്രമേ, അല്ലെങ്കിൽ ഭർത്താവിനെയും കുട്ടികളെയും മാത്രമേ നമുക്ക് കളയാൻ പറ്റുന്നുള്ളൂ. അതങ്ങനെ കളയാൻ പറ്റുന്നൊരു ബന്ധമാണോ? അതുവഴി ഒരു സ്ത്രീ, ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കുട്ടിയും ഒരു അമ്മയും അതൊക്കെ പറയുന്നെങ്കിൽ ഒരുപാടുണ്ട്. വിവേകമുള്ളവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാവണമെന്നില്ല, വിദ്യാഭ്യാസമുള്ളവരെല്ലാം വിവേകമുള്ളവരും ആവണമെന്നില്ല. അപ്പോൾ നമ്മൾക്കൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് ഭയങ്കര ഒരു കാര്യമാണ്. എനിക്കിപ്പം ഒരു ലോട്ടറി അടിക്കുവാണെങ്കിൽ ഞാൻ ഒരാളുടെയും ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റിയ ഒരു സ്റ്റേജിലല്ല. ബിക്കോസ് ഞാൻ തൗസൻഡ്സോളം പ്രശ്നങ്ങളാണ്, എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും ജോലി ഇല്ലാത്തതിൻ്റെയൊക്കെ. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ടേ, ചുറ്റുമുള്ളതൊന്നും നിങ്ങളുടെ മുമ്പിലില്ല. ലൈക്ക് യുവർ ഹസ്ബൻഡ്, യുവർ ചിൽഡ്രൻ, യുവർ പാരൻസ്, ആരുമില്ല. നിങ്ങൾ തനിച്ചാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ, ഒരു കുടുംബത്തിൽ കുറഞ്ഞത് 4 പേരുണ്ടാവും ഇല്ലേ? നിങ്ങൾ തനിച്ച് ഇത് ചെയ്യുക, വേറെ ആരുമില്ല നിങ്ങളുടെ കൂടെ. ഒരു 10-20 വർഷമായിട്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തനിച്ച് ചെയ്യുക എന്ന് ഓർത്ത് നോക്കിയാൽ തളർന്നു പോകും 2 ദിവസം കൊണ്ട്. അപ്പോൾ സിംഗിൾ പാരൻസിനെ കഴിയുന്നതും ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങൾ ഈ